പാർവതിയെ തട്ടിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് ചോദിച്ചറിയേണ്ടതുണ്ട്. പാർവതിയെ തട്ടിക്കൊണ്ടുപോയോ? ആര് തട്ടിക്കൊണ്ടുപോയി? അയ്യോ, ഞാനിതൊന്നും അറിഞ്ഞില്ലല്ലോ. ഇൻസ്പെക്ടർ, എന്നിട്ട് എന്തായി? അവളെ തിരികെ കിട്ടിയോ? അതെ, ഇപ്പോഴല്ല പാർവതി തട്ടിക്കൊണ്ടുപോയത്. 2 ദിവസം മുമ്പായിരുന്നു നടന്നത്. അതിനുശേഷം നിങ്ങൾ പാർവതിയെ കണ്ടിട്ടില്ലേ? കണ്ടല്ലോ, ഇന്നലെയും കൂടി ഞാൻ അവളെ കണ്ടതല്ലേ. എന്നിട്ട് വിശാലോ അവളോ ഇതിനെക്കുറിച്ച് എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. കൊള്ളാം, അവനെ നന്നാവുന്നുണ്ട്. ഞാൻ അവനെ അവളെയും കണ്ണേ കരളെ എന്നല്ലേ സ്നേഹിക്കുന്നത്. എന്നിട്ടും അവരെന്നോട് ഇത് പറഞ്ഞില്ലല്ലോ. പ്രഭാവതി, പാർവതിയെ തട്ടിക്കൊണ്ടുവരെ കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ട് വിശാൽ ഒരു പരാതി എനിക്ക് തന്നിരുന്നു. അതനുസരിച്ച് ഞാൻ നിങ്ങളെ അറസ്റ്റ് ചെയ്യേണ്ടത്. എന്നെയോ? നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ? നിങ്ങൾ വെറുതെ കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ പ്രതിയാക്കുന്ന സമീപനമേ എന്നോട് കാണിക്കില്ലേ? പാർവതി ഞാൻ എന്തിനാ തട്ടിക്കൊണ്ടു പോന്നേ? മനസ്സാ വാച കർമ്മണ ഞാൻ അറിയാത്ത കാര്യങ്ങളാ നിങ്ങൾ എന്റെ തലയെ കെട്ടിവെക്കാൻ നോക്കുന്നേ. അത് ഞാൻ അനുവദിച്ചു തരില്ല. പ്രഭാവതി, നിങ്ങൾ എന്റെ മുമ്പിൽ നിരപരാധി ചമേണ്ട. നിങ്ങളുടെ മകനും മകന്റെ ഗേൾഫ്രണ്ടും കൂടി പ്ലാൻ ചെയ്താണ് ആളെ ഏർപ്പാടാക്കി പാർവതിയെ തട്ടിക്കൊണ്ടുപോയത്. അതിനുള്ള തെളിവുകൾ എനിക്ക് കിട്ടിക്കഴിഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളാണ് പ്രതിയാവേണ്ടതെന്ന് ഞാൻ പറഞ്ഞത്. നോ, ഇത് നിങ്ങൾ ഫാബ്രിക്കേറ്റ് ചെയ്തതാ. അരവിന്ദ, നിങ്ങൾ വെറുതെ എന്നെ പ്രതിയാക്കാൻ ശ്രമിക്കണ്ട. കൂൾഡൗൺ പ്രഭാവതി, കൂൾഡൗൺ. നിങ്ങൾ രോഷം കൊള്ളുണ്ട. നിങ്ങളെ ഞാൻ അറസ്റ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല. നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടാകണ്ടെന്ന് കരുതി വിശാൽ എനിക്ക് നൽകിയിരുന്ന പരാതി പിൻവലിച്ചു. പിന്നെ എങ്ങനെ നിങ്ങളെ എനിക്ക് അറസ്റ്റ് ചെയ്യാൻ കഴിയും? പക്ഷേ എന്റെ കടമ എന്ന നിലയ്ക്ക് ചില കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് ചോദിച്ചറിയേണ്ടതുണ്ട്. വിശാലിന്റെ ഫോൺ ഇപ്പൊ നിങ്ങളുടെ കയ്യിലാണുള്ളത്. ആ ഫോൺ ആരോ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ അത് നിങ്ങൾക്ക് നാളെ പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് എത്രയും വേഗം വിശാലിന്റെ ഫോൺ വിശാലിനെ ഏൽപ്പിക്കണം. അല്ലെങ്കിൽ ആ നമ്പർ ഡീആക്ടിവേറ്റ് ചെയ്യണം. പാർവതിയെ തട്ടിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട പരാതി വിശാൽ പിൻവലിച്ചു. പക്ഷേ മറ്റൊരു പരാതി വിശാൽ നൽകിയിട്ടുണ്ട്. വിശാലിന്റെ അമ്മയുടെ മരണത്തിന്റെ കാരണക്കാരെ കണ്ടെത്തണമെന്ന പരാതിയാണ് അത്. അതിന്റെ അന്വേഷണം ഞാൻ ആരംഭിച്ചിട്ടുണ്ട്. എന്നാ ഞാൻ പൊയ്ക്കോട്ടെ. നമ്മൾ തമ്മിൽ കണ്ട കാര്യം തൽക്കാലം മറ്റാരും അറിയണ്ട.